Hi students, welcome to our third semester classes. നമ്മുടെ third semester classes നമ്മൾ officially സ്റ്റാർട്ട് ചെയ്യാണ്. Then all over നമ്മുടെ സിലബസിനെ പറ്റിയുള്ള ഒരു ഐഡിയ ആണ് ആദ്യമേ പറയാൻ പോകുന്നത്. നമുക്ക് സിലബസിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ 4 modules, ഇത്തവണ 4 modules ആണ് ഉള്ളത്. Then first 2 modules വരുന്നത് വെക്ടർ കാൽക്കുലസ് ആണ്. നമ്മൾ കാൽക്കുലസ് വെക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള കാൽക്കുലേഷൻസ് വെക്ടർ കാൽക്കുലസ് ആണ് ഫസ്റ്റ് 2 മൊഡ്യൂൾസിൽ വരുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിനെ പറ്റി ഓവറോൾ ഒരു വ്യൂ ആണ്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് പറയുന്നത് ഇന്റഗ്രേഷൻ ഇൻ വെക്ടർ ഫീൽഡ്സ് ആണ്. വെക്ടേഴ്സിന്റെ ഇന്റഗ്രേഷനെ പറ്റിയിട്ടാണ്. ഇന്റഗ്രേഷൻ ഇൻ വെക്ടർ ഫീൽഡ്. ഫസ്റ്റ് 2 മൊഡ്യൂൾ വരുന്നത് അസോസിയേറ്റഡ് വിത്ത് വെക്ടേഴ്സ് ആണ്. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ വരുന്നത് തേർഡ് മൊഡ്യൂൾ വരുന്നത് അനലിറ്റിക് ജോമെട്രി ആണ് വരുന്നത്. അനലിറ്റിക് ജോമെട്രിയിൽ നമുക്ക് ഒരു മൊഡ്യൂൾ വരുന്നതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കോണിക് സെക്ഷൻസ്. ഒക്കെ നമ്മൾ പ്ലസ് 2 ഓൾറെഡി കുറച്ച് ഡിസ്കസ് ചെയ്തതാണ്. കോണിക് സെക്ഷൻസ്, അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് കൺസെപ്റ്റുകളുടെ വരുന്നത് പോളാർ കോർഡിനേറ്റ്സ്, അതായത് പ്ലെയിനിലുള്ള പോയിന്റ്സിന്റെ പോളാർ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ അതിന്റെ പോളാർ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നുള്ള കൺസെപ്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ലാസ്റ്റ് ഒരു മൊഡ്യൂളാണ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര. ലാസ്റ്റ് വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ഓൾജിബ്ര. നമ്മുടെ സെറ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ അതിൻ്റെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഗ്രൂപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ്, അതുപോലെ തന്നെ സബ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ മെയിൻലി നമ്മുടെ ഈ ഒരു സെമസ്റ്ററിലെ പേപ്പറിന്റെ പേര് വരുന്നത്, അല്ലെങ്കിൽ മാത്സിന്റെ പേപ്പറിന്റെ പേര് വരുന്നത് വെക്ടർ കാൽക്കുലസ്, അനലിറ്റിക് ജോമെട്രി ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര ആണ്. അതിൽ തന്നെ വെക്ടർ കാൽക്കുലസിന്റെ 2 മൊഡ്യൂൾസ് വരും. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ and second module is integration in vector field. Then third module is analytic geometry. It deals with conic sections, polar coordinates, etc. Then last module is about abstract algebra. It deals with groups, subgroups, cyclic groups, etc. Some new concept for you. Okay, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതായത് അനലിറ്റിക് ജോമെട്രി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 3 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 3ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് മൊഡ്യൂൾ 3ലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അനലിറ്റിക് ജോമെട്രി. Then അനലിറ്റിക് ജോമെട്രി തന്നെ നമ്മുടെ മെയിൻ സെക്ഷൻ ഇതാണ്, കോണിക് സെക്ഷൻസ്. Conic sections are simply known as എന്താണെന്നറിയോ? നമ്മൾ ഓൾറെഡി പ്ലസ് 2 ഇതൊക്കെ കുറച്ച് ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളാണ്. കോണിക് സെക്ഷനെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം? സിംപ്ലി കോണിക്സ് എന്ന് നമ്മൾ പറയാനുണ്ട്. എന്താ കോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിലിയർ ആയിട്ടുള്ള കോണിക്സ് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? അതായത് നമുക്കൊരു ഡബിൾ കോൺ, ഇങ്ങനെയുള്ളൊരു കോൺ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കോൺ ഉണ്ടെങ്കിൽ ആ കോണിനെ പല രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കോണിക് സെക്ഷൻസ് കിട്ടുന്നത്. നമ്മളിപ്പം ഈ കോണിക് സെക്ഷൻ, അതായത് ഒരു ഡബിൾ കോണിനെ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് ചെയ്യുന്ന ഷേപ്സിന് പറയുന്ന പേരാണ് കോണിക് സെക്ഷൻസ്. നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യാൻ പോകുന്ന ഷേപ്പ് ഏതായിരിക്കും? എനിക്ക് ഫെമിലിയർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു കോണ്, 3 ഡയമെൻഷനിൽ ഇരിക്കുന്ന ഒരു കോണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് എ സർക്കിൾ. അതേസമയം ഇങ്ങനെയുള്ള ഒരു കോണിന് നമ്മൾ പ്ലെയിൻ വെച്ചിട്ട് ചെരിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ള ഇതൊക്കെ നമ്മൾ പ്ലസ് 2 ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യമാണ്. എന്തായിരിക്കും? That is an ellipse. This is, here we get circle, here we get ellipse. അതുപോലെ തന്നെ ബാക്കി ഷേപ്സ് ഏതൊക്കെയാണ് പഠിച്ചിരുന്നത്? പരാബോള ഉണ്ട്, പിന്നെ ഏതാ? ഹൈപ്പർബോള അല്ലേ? പരാബോള ഹൈപ്പർബോള ഒക്കെ എങ്ങനെയാണ് എഴുതി കിട്ടുന്നത്? ഇതുപോലെ തന്നെയുള്ളൊരു കോണിക് സെക്ഷൻ അല്ലെങ്കിൽ കോണിനെ നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് ഇവിടെ നമ്മൾ സൈഡ് ടു സൈഡ് ആണെങ്കിൽ ഇവിടുന്ന് ബേസിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? That is
പരാബോള, റൈറ്റ്? അതുപോലെ തന്നെ ഹൈപ്പർബോള കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കോണിനെ, ഡബിൾ കോണിനെ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ ഹൈപ്പർബോള എന്നുള്ള കൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫെമിലിയർ ആണ് ഇത് ഈ ഒരു കൺസെപ്റ്റുമായിട്ട്. അപ്പം എ കോണിക് സെക്ഷൻ ഈസ് എ കർവ് obtained as the intersection of the surface of a cone with a plane. അതായത് ഒരു കോണിന്റെ സർഫസിനെ പ്ലെയിൻ വെച്ചിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിന് പറയുന്ന പേരാണ് കോണിക് സെക്ഷൻസ്. നമുക്ക് മെയിൻലി 3 കോണിക് സെക്ഷൻസ് ആണ് വരുന്നത്. എലിപ്സ്, പരാബോള, ഹൈപ്പർബോള. 3 എണ്ണമാണ് വരുന്നത്. പരാബോള, എലിപ്സ്, then ഹൈപ്പർബോള. then സർക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി എലിപ്സിന്റെ ഒരു സബ് കേസ് ആണ് വരുന്നത്. എലിപ്സിന്റെ ഒരു സബ് കേസ് ആണ്, ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് എന്ത് വരുന്നത്? സർക്കിൾ വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. what is a parabola, what is an ellipse, what is a hyperbola. ഇതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോണിക് സെക്ഷന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി പരാബോള, എലിപ്സ്, ഹൈപ്പർബോള എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരാബോള. First one is parabola. What is a parabola? എന്തായിരുന്നു പരാബോള? ഓർക്കുന്നുണ്ടോ? പരാബോള എന്ന് പറയുന്നത്, a parabola is a set of all points. It is a set of, അല്ലെ collection of points ആണ്. set of all points equidistant from, പറയാം എന്താണ് equidistant from a line, equidistant from a line and a fixed point. എന്താ പറയുന്നത്? എ പരാബോള എന്ന് പറയുന്നത് കുറെ പോയിന്റ്സുകളുടെ സെറ്റ് ആണ്. അവിടെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പോയിന്റുകളെല്ലാം ഈക്വി ഡിസ്റ്റന്റ് ആയിരിക്കണം, ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം. എന്തിൽ നിന്ന്? ഫ്രം എ ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിന്റ്, അല്ലേ? അപ്പം ഒരു ലൈനിൽ നിന്നും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും, ഏതോ ഒരു പോയിന്റ് ഉണ്ട്, ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലൈനും ഉണ്ട്. ഈ ലൈനിൽ നിന്നും ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ പരാബോള എന്ന് വിളിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇവിടെ നമ്മുടെ ലൈൻ, ഒരു ഫിക്സഡ് ലൈൻ കൺസിഡർ ചെയ്യാണ്. ദിസ് ഈസ് എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ വരുന്നത് y = 0 അല്ലേ? then this is equal to y = -p. അതായത് p ഡിസ്റ്റൻസിൽ, ഒറിജിനിൽ നിന്ന് p ഡിസ്റ്റൻസിലുള്ള എക്സ് ആക്സിസിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ കൺസിഡർ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, f എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അതിന്റെ കോർഡിനേറ്റ്സ് എന്താ വരാൻ പോകുന്നത്? x കോർഡിനേറ്റ് വരുന്നത് 0 ആണ്, അല്ലേ? f 0 p. then ഈ പോയിന്റിൽ നിന്നും, ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും, അതുപോലെ തന്നെ ഈ ലൈനിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും. അതായത് ആർബിട്രറി ആയിട്ട് ഏതൊരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പരാബോളയിൽ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫിക്സഡ് പോയിന്റ് എഫിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ പി ഓഫ് എക്സ് വൈ എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, പി ഓഫ് എക്സ് വൈ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫിൽ നിന്ന് പി ഓഫ് എക്സ് വൈയിലേക്കുള്ള ഡിസ്റ്റൻസും, അതുപോലെ തന്നെ ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. നമ്മളിവിടെ പെർപെൻഡിക്കുലർ ആംഗിൾ 90 ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം വരേണ്ടത്? പി എഫ് ഈക്വൽ ടു, അതായത് പോയിന്റിൽ നിന്ന്, പരാബോളയിലുള്ള ഏതൊരു പോയിന്റിൽ നിന്ന് ഈ ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും, ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ക്യൂ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിട്ട് വരുന്ന പോയിന്റ്സുകളുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് പരാബോള. പരാബോള is a set of all points equidistant from a line and a fixed point. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും അതുപോലെ തന്നെ ഒരു ലൈനിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റുകളുടെ കളക്ഷനെ അല്ലെങ്കിൽ സെറ്റിനെ വിളിക്കുന്ന പേരാണ് പരാബോള. നോക്കിയേ, ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും വരിക? ദിസ് ഡിസ്റ്റൻസ് ഈസ് p, റൈറ്റ്? ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് വെർട്ടെക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ വരിക? that is p, അല്ലേ? ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് p അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഡിസ്റ്റൻസ് p അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ആർബിട്രറി ആയിട്ട് പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും
same ആയിരിക്കണം. That is the condition for parabola. Okay, a parabola is a set of all points equidistant from a line at a fixed point. ഒരു കണ്ടീഷൻ പറയുന്നത് ഇതാണ്, ഈ ഫിക്സഡ് പോയിന്റ് എവിടെ വരാൻ പാടില്ല, നമ്മുടെ ഈ ലൈനിൽ വരാൻ പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷനോട് പറയുന്നുണ്ട് കേട്ടോ. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിന്റ് നോട്ട് ഓൺ ദ ലൈൻ. അതായത് ഫിക്സഡ് പോയിന്റ് എവിടെ വരാൻ പാടില്ല, ലൈനിൽ വരാൻ പാടില്ല. ഈ ലൈൻ പറയുന്ന പേരാണ്, ഓർക്കുന്നുണ്ടോ എന്താണ്, is known as directrix and this fixed point is known as focus. ഓക്കെ, അപ്പോൾ ഫോക്കസിൽ നിന്നും അതുപോലെ തന്നെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന ഈ ലൈനിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ്സുകളുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് പരാബോള. ഓക്കെ, ദെൻ കുറെ ഡെഫിനിഷൻസ്, നമ്മൾ കുറച്ച് കൺസെപ്റ്റുകൾ അവിടെ പറഞ്ഞിരുന്നു. ഒരു ലാറ്റസ് റെക്റ്റം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഓർക്കുന്നുണ്ടോ? ലാറ്റസ് റെക്റ്റം, വാട്ട് ഈസ് ലാറ്റസ് റെക്റ്റം? ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു? The line segment that passes through the focus and is parallel to the directrix. ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഡയറക്ട്രിക്സിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനിനെ വിളിക്കുന്ന, ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഡയറക്ട്രിക്സിന് പാരലൽ ആയിട്ട് വരുന്ന ഈ ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാറ്റസ് റെക്റ്റം. Latus rectum is the line segment that passes through the focus and is parallel to the directrix. Then അവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ലാറ്റസ് റെക്റ്റത്തിന്റെ എൻഡ് പോയിന്റ്സ് എവിടെയായിരിക്കണം? ഇതിനപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവില്ല, ഇതിനുള്ളിലായിട്ട് നിൽക്കില്ല, കറക്റ്റ് ഇതിന്റെ ഈ കർവിലായിരിക്കും വരുന്നത്. നമ്മുടെ പരാബോളയിലായിരിക്കും എന്ത് വരുന്നത്? ലാറ്റസ് റെക്റ്റം വരുന്നത്. ഓക്കെ, ലാറ്റസ് റെക്റ്റത്തിന്റെ എൻഡ് പോയിന്റ്സ് വരുന്നത് നമ്മുടെ പരാബോള തന്നെ ആയിരിക്കും. അപ്പോൾ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്ന the line segment that passes through the focus and is parallel to the directrix. Then അടുത്തൊരു കൺസെപ്റ്റ് പിന്നെ നമ്മൾ പഠിച്ചത് ആക്സിസ് ഓഫ് സിമെട്രി, അല്ലെങ്കിൽ സിംപ്ലി ആക്സിസ് ഓഫ് സിമെട്രി. എന്തായിരുന്നു ആക്സിസ് ഓഫ് സിമെട്രി? നോക്കുന്നുണ്ടോ? എന്തായിരുന്നു ആക്സിസ് ഓഫ് സിമെട്രി? the line perpendicular to the directrix and passing through the focus. ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന, നമ്മുടെ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അപ്പം ഏതാ വരിക? ഇവിടെ വൈ ആക്സിസ് അല്ലേ വരുന്നേ? നമ്മുടെ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് സിമെട്രി. നമ്മുടെ ആക്സിസ് ഓഫ് സിമെട്രി ആക്ച്വലി നമ്മുടെ പരാബോളയെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ട്രിക്സ്, ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് പാസിംഗ് ത്രൂ ദ ഫോക്കസ്, ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് സിമെട്രി. ദിസ് ലൈൻ സ്പ്ലിറ്റ് ദ പരാബോള അപ്പ് ദ മിഡിൽ. അതായത് നമ്മുടെ പരാബോളയെ മിഡിലിൽ വെച്ച് രണ്ട് ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ആക്സിസ് ഓഫ് സിമെട്രി ആണ്. അതുപോലെ തന്നെ ഇനി ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. എന്താ? വെർട്ടെക്സ്. എന്തായിരുന്നു വെർട്ടെക്സ് എന്ന് ഓർക്കുന്നുണ്ടോ? എന്താ വെർട്ടെക്സ്? എന്തായിരുന്നു? The vertex of a parabola is the point where the parabola crosses its axis of symmetry. നമ്മൾ പറഞ്ഞില്ലേ ആക്സിസ് ഓഫ് സിമെട്രി എന്താന്ന്? അതായത് ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ. ആ ആക്സിസ് ഓഫ് സിമെട്രിയെ കർവ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റുകൾ വരുന്നത്. What is a parabola? Parabola is a set of all points equidistant from a line and a fixed point. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും അതുപോലെ തന്നെ ഒരു ലൈനിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന പോയിന്റ്സുകളുടെ കളക്ഷനെയാണ് പരാബോള എന്ന് വിളിക്കുക. ഈ ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കസ്. അതുപോലെ തന്നെ ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ദെൻ ആർബിട്രറി ആയിട്ട് കർവിൽ ഒരു പോയിന്റ് പി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ, ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചേർച്ച് നിൽക്കില്ല, പെർപെൻഡിക്കുലർ. ഇവിടെ ആംഗിൾ 90 വരുന്ന പോലെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് മസ്റ്റ് ബി ഈക്വൽ ടു പി ക്യൂ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ ലാറ്റസ് റെക്റ്റം. വാട്ട് ഈസ് ലാറ്റസ് റെക്റ്റം? ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയറക്ട്രിക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റിന് പറയുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റത്തിന്റെ എൻഡ് പോയിന്റ്സ് എവിടെ വരണം? നമ്മുടെ കർവിൽ തന്നെ വരണം. നെക്സ്റ്റ് ഈസ് ആക്സിസ് ഓഫ് സിമെട്രി. വാട്ട് ഈസ് ആക്സിസ് ഓഫ് സിമെട്രി? ഇറ്റ് ഈസ് ദ ലൈൻ passing through the focus and it must be perpendicular to the directrix.
ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട്, അതായത് ആംഗിൾ 90 ഡിഗ്രി ആയിക്കൊണ്ട് ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനിന് പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് സിമെട്രി. Then next is vertex. What is vertex? Vertex is the point where the curve meets its axis of symmetry. അതിന്റെ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് vertex. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പരാബോള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിനെ എന്ത് വിളിക്കാം? This is directrix. Then ഈ y ആക്സിസിനെ എന്ത് വിളിക്കാം? Axis of symmetry. Axis of symmetry. Then നമ്മുടെ ഒറിജിനെ ഇപ്പോ എന്ത് പേര് വിളിക്കാം? That is vertex. Vertex എന്ന് വിളിക്കാം. Vertexന് ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. എന്താ? അത് ഫോക്കസിൽ നിന്നും അതുപോലെ തന്നെ ഡയറക്ട്രിക്സിൽ നിന്നും സെയിം ഡിസ്റ്റൻസിലായിരിക്കും, ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും വരിക vertex അല്ലേ? Then ഈ പോയിന്റിനെ എന്ത് വിളിക്കാം? This is focus. Then പിന്നെ എന്താ പറയാനുള്ളത്? Latus rectum. This line segment is called latus rectum. Okay, these are the basic concept regarding the parabola. Then ഇനി നമുക്ക് പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിയാം. എന്താ പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? പരാബോളനെ നമുക്ക് പല കൺസെപ്റ്റിൽ എടുക്കാം അല്ലേ? ഒന്നെങ്കിൽ ഇങ്ങനെ അപ്വേർഡ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന പരാബോള കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന പരാബോള കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്തതോ ലെഫ്റ്റിലേക്ക് ഓപ്പൺ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള പരാബോളാസ് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് അപ്വേർഡ് ആയിട്ടുള്ള ഒരു പരാബോളയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ പരാബോള. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ പരാബോള. ഞാൻ കൺസിഡർ ചെയ്യുന്ന പരാബോള അപ്വേർഡ് ആണ് ഇരിക്കുന്നത്. Then this is F. Focus. This is the line. Directrix. This is the directrix. This is the vertex. ഇതിനെ നമ്മൾ x ആക്സിസും y ആക്സിസും ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. This is the vertex. Vertex എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഒബ്വിയസ്ലി ഏതായിരിക്കും? It is 0 0. Then F എന്ന് പറയുന്ന പോയിന്റ് ഏതാ വരുന്നത്? F എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് F 0 p, right? Then directrix ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y equal to minus p. x ആക്സിസിന് പാർട്ട് ആയിട്ടുള്ള ലൈനിൽ വരുന്നത്. Then ഞാൻ ഇനി ചെയ്യുന്നത് നമ്മുടെ പരാബോളയിലെ ആർബിട്രറി ഒരു പോയിന്റ് ചൂസ് ചെയ്തു p. Then its coordinates are at its coordinates as p x y. ഒരു ആർബിട്രറി ആയിട്ടുള്ള പോയിന്റ് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ അറിയുള്ളൂ. എന്ത്? p യിൽ നിന്ന് f ലേക്കുള്ള ഡിസ്റ്റൻസ്, that is pf. p യിൽ നിന്ന് f ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? p യിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡയറക്ട്രിക്സിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഈ പരാബോളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്ക് മീറ്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലറിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ട്രിക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ q ആയിട്ട് ചൂസ് ചെയ്യാണ്. ഓക്കേ, then q ന്റെ കോർഡിനേറ്റ്സ് എന്ത് വരണം? q ന്റെ കോർഡിനേറ്റ്സ് എന്താ വരുന്നത് നോക്കിയേ. y കോർഡിനേറ്റ് വരുന്നത് y equal to minus p അല്ലേ? y equal to minus p വരണം. Then x കോർഡിനേറ്റ് എന്താ വരണ്ടേ? ഒന്ന് നോക്കിയേ. എങ്ങനെ വരും? ഓക്കേ, സെയിം പോയിന്റ് അല്ലേ? ഈ പോയിന്റ് അതായത് ഈ ലൈനിൽ എവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന് x equal to 0, അതിൽ നിന്ന് x യൂണിറ്റ്സ് ആകെ കിടക്കുന്ന ഏതോ ഒരു പോയിന്റ് ആണിത്. ദെൻ ഇതിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ഇതിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഏത് പോയിന്റിന്റെയും x കോർഡിനേറ്റ് എന്തായിരിക്കും? ഇത് x ആയതുകൊണ്ട് ഇതും എന്തായിരിക്കണം? x ആയിരിക്കണം അല്ലേ? That is q. Q is the foot of the perpendicular from the parabola to the directrix. അതായത് പരാബോളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള പെർപെൻഡിക്കുലറിന്റെ ഫൂട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? q എന്ന് വിളിക്കുന്നത്. ഓക്കേ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പം pf ഉം pq ഉം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. pf ഉം pq ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മൾ അറിയാവുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ suppose that the focus lies at the point. നമ്മൾ സപ്പോസ് ചെയ്തിരിക്കുന്നത് ഫോക്കസ് എവിടെ വരുന്നു? 0p എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നു. ഡയറക്ട്രിക്സ് y equal to minus p ആണ്. ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്തു. then pf equal to pq എന്നാണ് കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. then pf ന്റെ ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? p എന്ന് പറയുന്നത് 0p യും f എന്ന് പറയുന്നത് 0p യും p എന്ന് പറയുന്നത് xy ആവുമ്പോൾ pf equal to ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് എന്ത് വരും? x equal to square root of x minus 0 plus y minus p the whole square അല്ലേ? x1 x2 x1 y1
x2 y2 രണ്ട് പോയിന്റ്സ് ആണെങ്കിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനായിട്ട് x2 minus x1 the whole square plus y2 minus y1 the whole square then its square root. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ സെയിം x minus 0 the whole square plus y minus p the whole square, that is pf equal to x minus 0 the whole square plus y minus p the whole square, that's equal to എന്ത് എഴുതാം നമുക്ക് ഇവിടുന്ന് it's equal to x square plus square root of x square plus y minus p the whole square. അതുപോലെ തന്നെ what is pq, അതായത് ഈ ഡിസ്റ്റൻസ് pq എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് വരും that's equal to എന്ത് വരും x minus x വരും അല്ലേ x minus x the whole square plus y minus ഏത് ഓർഡർ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ നോ പ്രോബ്ലം y minus p y minus p the whole square, that's equal to x minus x is 0, y minus p is y plus p the whole square, then its square root, that is pq. then നമുക്ക് കണ്ടീഷൻ അറിയാം എന്തറിയാം pf equal to pq ആയിരിക്കും അല്ലേ pf equal to pq ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം pf equal to pq, therefore square root of x square plus y minus p the whole square equal to എന്ത് എഴുതാം square root of y plus p the whole square. then രണ്ടിടത്തും ഞാൻ സ്ക്വയർ ചെയ്യാണ്, സ്ക്വയറിംഗ് both sides എന്ത് വരും squaring both sides, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തിരിക്കും എന്ത് വരും ഈ സ്ക്വയർ റൂട്ട് അങ്ങ് പോക്കോളൂ അല്ലേ അപ്പോൾ എന്താ വരുന്നത് x square plus y minus p the whole square equal to y plus p the whole square, that is നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം x square plus y square plus 2py plus p square a minus p the whole square എന്നുള്ള ഫോമിലല്ലേ വരുന്നത് this is y square plus equal to y square plus 2py plus p square, then y square and y square getting cancelled, p square and p square getting cancelled, then we have x square equal to 2py minus 2py അപ്പുറത്തേക്ക് ഇടുമ്പോൾ എന്താ plus 2py ആവും അല്ലേ, that is x square equal to 4py. this is the standard equation of the parabola, x square equal to 4py, which is the standard equation of the parabola. okay, then we call the y axis, നമ്മൾ ഇവിടുത്തെ ഏതാണ് നമ്മുടെ ആക്സിസ് ഓഫ് സിമെട്രി വരുന്നത് y ആക്സിസ് ആണ് നമ്മുടെ ആക്സിസ് ഓഫ് സിമെട്രി വരുന്നത്. അപ്പോൾ നമ്മൾ അപ്വേർഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പരാബോള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്വേർഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പരാബോള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് x square equal to 4py, റൈറ്റ്. then നമുക്ക് ഇതേപോലെ തന്നെ പരാബോളാസ് കുറേ കൺസിഡർ ചെയ്യാം, താഴേക്ക് ഇരിക്കുന്ന കൺസിഡർ ചെയ്യാം, റൈറ്റിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കൺസിഡർ ചെയ്യാം, ലെഫ്റ്റിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന പരാബോളയൊക്കെ കൺസിഡർ ചെയ്യാം. അതിന്റെ ഇക്വേഷൻ വരാൻ പോകുന്നത് ഇതേപോലെയൊക്കെ തന്നെയാണ്. അപ്പം സ്റ്റാൻഡേർഡ് ഡെറിവേഷൻ ഇത് അറിഞ്ഞാൽ മതി, ബാക്കി ഇക്വേഷൻസ് ഒക്കെ വരുന്നത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. then എങ്ങനെ വരും എന്ന് പറഞ്ഞു, എങ്ങനെ വരും, എങ്ങനെയാ വരണ്ടേ, നമ്മൾ ഡൗൺവേർഡ് ആയിട്ടിരിക്കുന്ന പരാബോള കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഡൗൺവേർഡ് ആയിട്ടിരിക്കുന്ന ഒരു പരാബോള കൺസിഡർ ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ഫോക്കസ് എവിടെ വരണം, ഇതേപോലെ തന്നെ ഫോക്കസ് വരുമ്പോൾ ഇതാണ് ഫോക്കസ് എങ്കിൽ എഫിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും 0 മൈനസ് പി വരും അല്ലേ, എക്സ് ആക്സിസും വൈ ആക്സിസും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ. then ഡയറക്ട്രിക്സ് എന്ത് വരും, ഇവിടെ y equal to മൈനസ് പി, ആക്സിസിന് എക്സ് ആക്സിസിന് താഴെ എഴുതും, ഇവിടെ ഡയറക്ട്രിക്സ് എവിടെ വരണം മോളിൽ വരണം അല്ലേ, y equal to p അല്ലേ, ഇതിനല്ലേ വരിക. അപ്പം ഡൗൺവേർഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പരാബോളയാണെങ്കിൽ അതിന് ഫോക്കസ് വരുന്നത് 0 മൈനസ് പിയിലും അതുപോലെ ഡയറക്ട്രിക്സ് വരുന്നത് y equal to p യും ആണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് ആയിരിക്കും വരുന്നത് നോക്കി, ഇവിടെ ഒരു പിയുടെ സ്ഥാനത്ത് മൈനസ് പി വന്നിരിക്കുന്നതല്ലേ, അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും x square equal to minus 4py, x square equal to minus 4py is the parabola which opens downward. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഓപ്പൺ ആയിട്ടിരിക്കുന്ന പരാബോളാസ് ഇല്ലേ, then റൈറ്റിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പരാബോള ഉണ്ടെങ്കിൽ ഇതിന്റെ ഫോക്കസ് ഇവിടെയല്ലേ വരിക, then എഫിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും f p0 എന്ന് വരും അല്ലേ. then ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ വരിക x equal to
this is y axis, this is the x axis ആണെങ്കിൽ x equal to minus p വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരണ്ടേ? നോക്കിയേ, ഇവിടെ വന്ന 0p, ഇവിടെ വന്നപ്പോൾ p0, then y equal to minus p ആണെങ്കിൽ ഇവിടെ x equal to minus p, അതായത് x ഉം y ഉം തമ്മിൽ തിരിഞ്ഞല്ലേ? അപ്പോൾ റൈറ്റിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്ത് വരുമായിരിക്കും? y square equal to 4px, അതായത് x ഉം y ഉം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരാബോളയുടെ ഓപ്പണിംഗും റിവേഴ്സ് ആവും. ഓക്കേ, അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പരാബോള നമുക്ക് കൺസിഡർ ചെയ്യാലോ. ലെഫ്റ്റിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പരാബോള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോക്കസ് എവിടെയായിട്ടായിരിക്കില്ലേ വരേണ്ടത്? അപ്പം അതിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? f minus p 0, then ഡയറക്ട്രിക്സ് എന്ത് വരണം? ഡയറക്ട്രിക്സ് എന്താ വരിക? x equal to അല്ലേ? x axis മാറില്ലേ? സോറി y axis മാറില്ല. അപ്പോൾ എന്ത് വരും? x equal to p, then ഇതിന്റെ ഇക്വേഷൻ എന്ത് വരും? x square equal to minus 4px. That is the standard equations of the parabolas. അതായത് upward ആയിട്ടാണ് നമ്മുടെ പരാബോള ഇരിക്കുന്നതെങ്കിൽ upward ഓപ്പൺസ് ആയിട്ടുള്ള പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരുന്നത് x square equal to 4py. then നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, x ന്റെ ഈവൻ പവേഴ്സ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, x ന്റെ ഈവൻ പവേഴ്സ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ the curve is symmetrical about the y axis. നമ്മൾ നേരത്തെ ഉള്ള സെമ്മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. x ന്റെ ഈവൻ പവേഴ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ curve is symmetrical about the y axis. അപ്പോൾ y ആക്സിസിനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരണം. x square equal to 4py പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ x square equal to 4py, നെഗറ്റീവ് സിംബൽ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പരാബോള എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും? ഇറ്റ് ഓപ്പൺസ് അപ്വേർഡ്. ഓക്കേ, അതുപോലെ x square equal to minus 4py, x ന്റെ ഈവൻ പവർ ആണ്, therefore it is symmetrical about y axis. y ആക്സിസിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സെയിം ആയിട്ട് വരണം. അപ്പോൾ y ആക്സിസിന് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു പരാബോളയാണ് വരുന്നത്. then മൈനസിന്റെ സിംബൽ വരുമ്പോഴത്തേക്കും എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും? ഡൗൺവേർഡ് ആയിട്ട് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ y square equal to 4px ആണെങ്കിൽ y ന്റെ ഈവൻ പവർ ആണ്, therefore it is symmetrical about x axis. x ആക്സിസിന്റെ ടോപ്പിലും ബോട്ടത്തിലും അല്ലെങ്കിൽ x ആക്സിസിന്റെ മുകളിലും താഴെയുമായിട്ട് ഈക്വൽ ആയിട്ട് സിമെട്രിക്കൽ ആയിട്ട് വരുന്ന കർവ് ആണ് വരേണ്ടത്. that is y square equal to 4px ആകുമ്പോൾ എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും? റൈറ്റിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ y square equal to minus 4px ആകുമ്പോൾ എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും? y ന്റെ ഈവൻ പവർ ആണ്, it is symmetrical about the x axis, therefore it opens to the minus amount ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിക് പരാബോളാസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം പറയുമ്പോൾ അപ്വേർഡ് ആയിട്ടിരിക്കുന്ന പരാബോള, ഒരു പരാബോള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് y ആക്സിസിന് സിമെട്രിക് ആണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരണം? x square equal to 4py. then ഫോക്കസ് വരുന്നത് f0p ൽ വെർട്ടെക്സ് വരുന്നത് എല്ലാത്തിന്റെ വെർട്ടെക്സ് വരുന്നത് ഏത് പോയിന്റിലാണ്? 0 0 എന്ന് പറയുന്ന പോയിന്റാണ്. പിന്നെ ഡിഫറൻസ് വരുന്നത് ഫോക്കസ്, അതുപോലെ തന്നെ ഡയറക്ട്രിക്സ്, ഇത്രയും കാര്യങ്ങളിലാണ് ഡിഫറൻസ് വരുന്നത്. അപ്പം x square equal to 4py എന്നുള്ള പരാബോള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഓപ്പൺസ് ടു upward, then its focus at f0p, directrix at the point, directrix is the line y equal to minus p. x square equal to minus 4py കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ x square equal to minus 4py ആണ്. അപ്പോൾ y ആക്സിസിന് സിമെട്രിക്കൽ ആണ് വരുന്നത്. അതിന്റെ ഫോക്കസ് എന്ത് വരണം? f0 minus p, then ഡയറക്ട്രിക്സ് എന്ത് വരും? y equal to p വരും. അതുപോലെ തന്നെ y square equal to 4px ആണെങ്കിൽ ഇത് സിമെട്രിക്കൽ അബൌട്ട് x ആക്സിസ് ആണ്. then അതിന്റെ ഫോക്കസ് എവിടെ വരണം? f(p0) പോസിറ്റീവ് ആയിട്ടാണ് വരിക. then it opens to right side, then y square equal to minus 4px ആണ് കൺസിഡർ ചെയ്തെങ്കിൽ y square ആണ്, x ആക്സിസിന് സിമെട്രിക്കൽ ആണ്, മൈനസ് സൈൻ വരുന്നതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ഓപ്പൺ ആണ്. then അതിന്റെ ഫോക്കസ് വരുന്നത് എന്തായിരിക്കും? f(p0), ഡയറക്ട്രിക്സ് വരുന്നത് x equal to p. then എല്ലാത്തിന്റെയും വെർട്ടെക്സ് വരുന്നത് ഏതാ? 0 0 ആണ്. then ഇതിന്റെ x square equal to 4py കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസ് ഏത് വരും? ആക്സിസ് ഓഫ് സിമെട്രി y axis. here also the axis of symmetry is y axis. for these two parabolas the axis of symmetry is the x axis. these are the basic concepts regarding the parabola. okay, then നമുക്കൊരു പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്താൽ ഏകദേശം ഒരു കൺസെപ്റ്റുകൾ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു.
ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് പൈ സ്ക്വയർ ഇക്വൽ ടു 4px അല്ലെങ്കിൽ x സ്ക്വയർ ഇക്വൽ ടു 4py എന്ന് പറയുന്ന പരാബോള തന്നിട്ടുണ്ടെങ്കിൽ x സ്ക്വയർ ഇക്വൽ ടു 4py എങ്ങോട്ടിരിക്കുന്ന പരാബോളയാ ഒന്ന് ഓർത്ത് നോക്കുക. ആദ്യമേ ഓർക്കുക x സ്ക്വയർ xന്റെ ഈവൻ പവർ ആണ് അല്ലേ. അപ്പോൾ xന്റെ ഈവൻ പവർ എന്ന് പറയുമ്പോൾ y ആക്സിസിന് സിമെട്രിക്കൽ ആണ്. y ആക്സിസിന് സിമെട്രിക്കൽ ആവുമ്പോൾ അപ്വേർഡ് ദെൻ പോസിറ്റീവ് ആണ് അല്ലേ. സൈൻ പോസിറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അപ്വേർഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന പരാബോളയാണ്. ദെൻ അതിന്റെ f എന്ന് വരണം f0p. ഡയറക്ട്രിക്സ് എന്ന് വരണം y -p. അതുപോലെ തന്നെ x സ്ക്വയർ ഇക്വൽ ടു -4py എന്ന് പറയുന്ന പരാബോള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം? x സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ് സിമെട്രിക്കൽ അപ്പോൾ y ആക്സിസ് ആണ് അല്ലേ. ദെൻ അത് മൈനസ് വരുന്നതുകൊണ്ട് എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും? ഡൗൺവേർഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് എവിടെ വരണം? f0 - p വരും. ദെൻ ഡയറക്ട്രിക്സ് എന്ന് വരണം y p വരണം. അതുപോലെ തന്നെ y സ്ക്വയർ ഇക്വൽ ടു 4px. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ പ്ലസ് 2 പഠിച്ചിരിക്കുന്നത് അല്ലേ. y സ്ക്വയർ ഇക്വൽ 4x എന്നുള്ളത് ഏത് വേണമെങ്കിലും ഡിസ്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ, മനസ്സിലിരിക്കുക ഏതാന്ന് വെച്ചാൽ. ദെൻ y സ്ക്വയർ ഇക്വൽ ടു 4px ആകുമ്പോൾ y യുടെ ഈവൻ പവർ ആണ്. ഇറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് x ആക്സിസ് ആണ്. സൈൻ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കണം? റൈറ്റിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കണം. ഫോക്കസ് എന്ത് വരും? f(p0). ദെൻ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ത് വരണം? x equal to -p. Then y square equal to -4px ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ it is opens to y square. y യുടെ ഈവൻ പവർ ആയതുകൊണ്ട് ഇത് സിമെട്രിക്കൽ അബൌട്ട് x ആക്സിസ് ആണ്. Then അതിന്റെ ഫോക്കസ് വരാൻ പോകുന്ന f at -p0. ഡയറക്ട്രിക്സ് വരാൻ പോകുന്ന x equal to p. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ഇത് വരച്ച് കണ്ടുപിടിച്ചൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹോളിൽ നിന്നൊന്നും ചെയ്ത് തീരത്തില്ല. അപ്പോൾ ഈ ബേസിക് കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഒരു പ്രോബ്ലം. ഓക്കെ, ഒരു പ്രോബ്ലം എന്താണ്? ഗിവൺ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഗിവൺ x square equal to 16y. x square equal to 16y എന്ന് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് whether the parabola opens upward, downward, right or left. ഈ പരാബോള എങ്ങോട്ടേക്കാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? and state the coordinates of the focus and the directrix. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പരാബോള എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളോട് ചെയ്യണം. അതിന്റെ കോർഡിനേറ്റ്സ്, ഫോക്കസിന്റെ കോർഡിനേറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യണം, ഡയറക്ട്രിക്സും കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ എങ്ങനെ ചെയ്യും? x square equal to 16y. അപ്പോൾ നമുക്ക് ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യണം. which is of the form, ഏത് ഫോമില? which is of the form x square equal to 4py അല്ലേ. ഈ ഫോമിലല്ലേ വരുന്നത്. x square equal to 4py എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിരിക്കണമെന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. x square x ന്റെ ഈവൻ പവർ ആണ്. അപ്പോൾ ഇത് സിമെട്രിക്കൽ അബൌട്ട് y ആക്സിസ് ആണ്. then equal to പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ it opens upward. x square equal to 4py എന്ന് പറയുന്ന പരാബോള അപ്വേർഡ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് x square equal to 16y എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിരിക്കും? അപ്വേർഡ് ഓപ്പൺ ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ ഫോക്കസ് ഒക്കെ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമ്മൾ ബേസിക് കാര്യങ്ങൾ മനസ്സിലാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ദിസ് ഇസ് x ആക്സിസ്, y ആക്സിസ്, ആൻഡ് ഫോക്കസ് എന്തായിരുന്നു വരുന്നത്? f(0p). അതുപോലെ ഡയറക്ട്രിക്സ് വരുന്നത് y equal to -p. അപ്പോൾ നമുക്ക് ബേസിക്കലി വേണം p വേണം അല്ലേ. അപ്പോൾ p കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഇത് രണ്ടോട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? ഓൺ കമ്പയറിംഗ് we get 16y equal to എന്തെന്ന് എഴുതാം? 4py എന്ന് എഴുതാം അല്ലേ. y and y getting cancelled. 4p equal to 16, which implies p equal to 16 divided by 4. That's equal to 4. p യുടെ വാല്യൂ കിട്ടി. Therefore, what is the focus? The focus is generalized as 0p. That is focus equal to 0, 4. And which is the directrix? Directrix is ഇവിടെ വരുന്നത് y equal to -p അല്ലേ. That is ഇവിടെ എന്ത് വരും? y equal to -4, which is the directrix. നമ്മളോട് പ്ലോട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കോർഡിനേറ്റ്സ് കാണാനും അതുപോലെ തന്നെ ഡയറക്ട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ x square equal to 16y അത് തന്നു കഴിയുമ്പോൾ
സ്റ്റാൻഡേർഡ് ഇക്വേഷൻ 4 ഇക്വേഷൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൽ ഏത് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യണം നോക്കുക. x square equal to 16y ആയതുകൊണ്ട് x square equal to 4py ആയിട്ട് കമ്പയർ ചെയ്തു. then x ന്റെ ഈവൻ പവർ വരുന്നതുകൊണ്ട് it is symmetrical about the y axis. y ആക്സിസിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഈക്വൽ ആയിട്ട് വരണം, സിമെട്രിക്കൽ ആയിട്ട് വരുന്ന കർവ് ആണ് വരുന്നത്. പോസിറ്റീവ് ആയതുകൊണ്ട് എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും? അപ്വേർഡില് ഓപ്പൺ ആയിട്ടിരിക്കും. then നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് അത് കണ്ടുപിടിച്ചു. അപ്വേർഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കും. ദ പരാബോള ഓപ്പൺസ് അപ്വേർഡ്. പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഫോക്കസും ഡയറക്ട്രിക്സും. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആ ഒരു ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സൈഡിലൂടെ ഇങ്ങനെ വരച്ച് നോക്കാം, അല്ലെങ്കിൽ വരച്ച് വെച്ച് കാൽക്കുലേഷൻ ചെയ്ത് എഴുതിയാലും മതി. അപ്വേർഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പരാബോളയുടെ ഫോക്കസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് f0p യും അതുപോലെ ഡയറക്ട്രിക്സ് ഈക്വൽ ടു y ഈക്വൽ ടു -p യും ആണ്. p യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ തമ്മിൽ കമ്പയർ ചെയ്തു. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡിനെ ഇക്വേറ്റ് ചെയ്ത് p യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. then find the values of focus and directrix. These are the calculation for finding focus and directrix. Suppose ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ x square equal to -16y എന്നാണ് തന്നിരുന്നെങ്കിൽ എങ്ങനെ പ്രോബ്ലം ചെയ്തേനെ? which is of the form, ഏത് ഫോമിൽ എടുക്കും? x square equal to -4py which opens to എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും? x square ആണ്, it is symmetrical about y axis ആണ്, and മൈനസ് വരുന്നോണ്ട് എങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും? ഡൗൺവേർഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കും. then നേരത്തെ പോലെ തന്നെ p യുടെ വാല്യൂ കാണുക. ഫോക്കസ് എവിടെ വരണം? f0 -p ൽ വരണം. ഡയറക്ട്രിക്സ് ഈസ് ദ ലൈൻ y equal to p. then ഇതേപോലെ തന്നെ അവിടെ കാൽക്കുലേഷൻ വരും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന 4 സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഏതെങ്കിലും ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് p യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ ബേസിക് ഐഡിയ. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ബേസിക് കൺസെപ്റ്റുകളൊന്ന് വായിച്ച് മനസ്സിലാക്കുക, ചെയ്ത് നോക്കുക. എനിവേ, താങ്ക് യു.